ഈ മണ്ഡലം ഭരണവിരുദ്ധ വികാരം അളക്കാൻ പറ്റിയ മണ്ഡലമാണോ എന്നുള്ളതാണ് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ചോദ്യം. എൻ്റെ ഒരു രാഷ്ട്രീയ പഠനത്തിൽ നിലമ്പൂർ മണ്ഡലത്തെ വെച്ച് ഭരണവിരുദ്ധ വികാരം അളക്കാൻ കഴിയില്ല. ഭരണവിരുദ്ധ വികാരം അളക്കാൻ പറ്റിയ മണ്ഡലമേ അല്ല ഏത് ഈ നിലമ്പൂർ മണ്ഡലം എന്ന് പറയുന്നത്. ഉദാഹരണം, താനൂര് പോലൊരു മണ്ഡലം, അവിടെ ഭരണവിരുദ്ധ വികാരം നിങ്ങൾക്ക് അളക്കാൻ കഴിയില്ല. തവനൂര് പോലൊരു മണ്ഡലം, അവിടെ ഭരണവിരുദ്ധ വികാരം അളക്കാൻ കഴിയില്ല. അരുവിക്കര പോലൊരു മണ്ഡലം, അവിടെയും നിങ്ങൾക്ക് ഭരണവിരുദ്ധ വികാരം അളക്കാൻ കഴിയില്ല. കാര്യം ഇതിലൊക്കെ നമ്മുടെ മുമ്പിൽ എക്സാമ്പിൾസ് ഉണ്ടെന്നേ. അതിലൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ താനൂരിലും തവനൂരിലും നിലവിൽ അവിടെ KT ജലീലിനെയും V അബ്ദുൾ റഹ്മാനെയും മാറ്റി CPM സ്ഥാനാർത്ഥി മത്സരിച്ചു എന്ന് വരട്ടെ, ഇതേ റിസൾട്ട് തന്നെയായിരിക്കും അവിടെ ഉണ്ടാവാൻ പോകുന്നത്. കാരണം അവിടെ സ്വതന്ത്രരായി വന്ന് ഇടതുമുന്നണിയുടെ പാളയത്തിലെത്തി സ്വതന്ത്രർ കൊണ്ടുവരുന്ന വോട്ടിൻ്റെ കൂടി പിൻബലത്തിലാണ് LDF വിജയിച്ചിരിക്കുന്നത്. ഇനി നിലമ്പൂരിലേക്ക് വരൂ. നിലമ്പൂരിൽ എന്തുകൊണ്ടാണ് ഭരണവിരുദ്ധ വികാരം പ്രതിഫലിക്കാൻ പറ്റിയ മണ്ഡലമല്ല, അളക്കാൻ പറ്റിയ മണ്ഡലമല്ല എന്ന് ഞാൻ പറയുന്നത്? 2006 തെരഞ്ഞെടുപ്പ് എന്തായിരുന്നു? 2006 തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത, ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ ശക്തമായ ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കുന്ന സമയം. അങ്ങനെ ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കുന്നുണ്ടെങ്കിൽ 34 വർഷം MLA ആയിരുന്ന ആര്യാടൻ മുഹമ്മദിൻ്റെ 3 കാലയളവിൽ ആര്യാടൻ മുഹമ്മദ് ആ മണ്ഡലത്തിൽ പരാജയപ്പെടണമായിരുന്നു. ആര്യാടൻ മുഹമ്മദിനെതിരെയുള്ള MLA എന്ന നിലയിലുള്ള വിരുദ്ധ വികാരവും മുന്നണി എന്ന നിലയിൽ കോൺഗ്രസിനോടുള്ള ഭരണവിരുദ്ധ വികാരവും 34 വർഷം അലയടിക്കാത്ത മണ്ഡലമാണ് നിലമ്പൂർ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അതൊരു പ്രോ UDF കോൺസ്റ്റിറ്റ്യുവൻസിയാണ് നിലമ്പൂർ എന്നുള്ളതാണ്.